ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തി കൊണ്ടുള്ളൊരു മീൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ മത്തിയെല്ലാം ധാരാളം കിട്ടുന്ന സമയമാണ്, അതുകൊണ്ട് മത്തി ഫ്രൈ കുറച്ച് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ മത്തി ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. 5-6 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഉപ്പ് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് കഴുകിയെടുക്കണം. മത്തിയുടെ വാലുഭാഗം പകുതിയെ കട്ട് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 10-12 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടതിന് ശേഷം പൊടിച്ചെടുക്കാം. മുളകും ഉപ്പും കൂടി തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന മീനിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നേരത്തെ ഉപ്പും മുളകും കൂടി പൊടിച്ച് വെച്ചിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മസാലകളെല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടി കൈ വെച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മസാലകളെല്ലാം മീനിൽ പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മസാല പുരട്ടിയ മീൻ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ഇത് നമ്മൾ മിക്സാക്കി കൊടുക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി മാവൊക്കെ തയ്യാറാക്കില്ലേ, അതിൻ്റെ ഒരു രൂപത്തിലായിരിക്കണം മിക്സാക്കി എടുക്കേണ്ടത്. നമ്മൾ മിക്സാക്കി എടുക്കുന്ന ഈ മാവിൽ മുക്കിയിട്ട് വേണം നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മിക്സാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മാവ് നന്നായിട്ട് തന്നെ സ്മൂത്തായിട്ട് കിട്ടിയിരിക്കണം. നമ്മൾ സ്പൂൺ ഇതിൽ വെച്ചിട്ടൊന്ന് തിരിച്ചു നോക്കിയാൽ സ്പൂണിൻ്റെ പുറമെയായിട്ട് മാവിരിക്കുന്നത് കാണാം. അപ്പോൾ അതേ ഒരു രൂപത്തിലായി കിട്ടണം. അധികം വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കരുത്. ഇതേ ഒരു രൂപത്തിൽ ആയിരിക്കണം. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് മീൻ ഓരോന്നെടുത്ത് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡ് ഫ്രൈ ആയി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ മീൻ ഫ്രൈയിൽ കൂടുതൽ എണ്ണ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം എല്ലാ മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിമീൻ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ.